നമസ്കാരം, ഗ്രീൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു ആനിമൽ ഹസ്ബൻഡറി എന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ മൊഡ്യൂളിൽ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ക്ലാസ് ആയിരുന്നു സിസ്റ്റംസ് ഓഫ് ഫാമിംഗ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരു എക്സാം എന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ഭാഗം എത്രത്തോളം നന്നായി പഠിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫാമിംഗ് സിസ്റ്റം ഇൻ വിച്ച് 10 to 15% of income is derived from livestock product and the rest from agricultural crop is. Options നോക്കാം. Option A organic farming, Option B mixed farming, Option C diversified farming, Option D family cow. ഏതാണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി മിക്സഡ് ഫാമിംഗ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The type of farming system which provides income throughout the year from livestock sector. Options ഏതൊക്കെയാണ്? Option A mixed farming, Option B integrated farming, Option C diversified farming, Option D coral dairying. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ എ മിക്സഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ദി ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻസ് വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് ദ മോസ്റ്റ് റെലവന്റ് വൺ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഫാമിലി കൗ, ഓപ്ഷൻ ഡി മിക്സഡ് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ഡി മിക്സഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത് മിക്സഡ് ഫാമിംഗിൽ നിന്നാണ്. ഓൾറെഡി ആൻസറിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടു കാണുമെന്ന് കരുതുന്നു. അതിൽ മിക്സഡ് ഫാമിംഗ് വളരെ വിശദമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. എന്നിരുന്നാൽ തന്നെയും മിക്സഡ് ഫാമിംഗിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഇത് ഒന്നെന്ന് പറയുന്നത് a farming system in which 10 to 15% of income is derived from livestock products and the rest from agricultural crops is. ഏതാണ്? മിക്സഡ് ഫാമിംഗ്. ഇതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അടുത്തത് പറയാം. അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അഗ്രികൾച്ചറും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്കും പരസ്പര പൂരകങ്ങളാണ്. ഇനി ഓർത്തിരിക്കേണ്ട മൂന്നാമത്തെ സെന്റൻസ് ഇതാണ്. ഫോർ ദ ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻസ് മിക്സഡ് ഫാമിംഗ് ഈസ് ദ മോസ്റ്റ് റെലവന്റ് വൺ. അതല്ലെങ്കിൽ ഫോർ ദി ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻ സ്മോൾ സ്കെയിൽ മിക്സഡ് ഫാമിംഗ് ഈസ് ദി മോസ്റ്റ് റെലവന്റ് വൺ. ഈ 3 സെന്റൻസും നന്നായി ഓർത്തിരിക്കുക. ഇതിൽ പറയുന്ന കോറൽ ഡയറിയിങ് അതുപോലെ ഫാമിലി കൗ ഇതെല്ലാം തന്നെ ടൈപ്സ് ഓഫ് ഡയറി ഫാമിംഗിലാണ് വരുന്നത്. അതിനെപ്പറ്റി ഒരു ക്ലാസ് അടുത്ത് തന്നെ വരുന്നതാണ്. അതിൽ ഇതൊക്കെ വിശദമായി പറയുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇൻ വിച്ച് 50% ഓർ മോർ ഇൻകം ഈസ് ജനറേറ്റഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് ആൻഡ് ദി റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചറൽ ക്രോപ്പ് ഈസ്. ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ഡയറിയിങ്, ഓപ്ഷൻ ബി മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 50%? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ സി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി മിക്സഡ് ഫാമിംഗ്. ഇവിടെ ഏതാണ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ എ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. ഓക്കെ, ഈ സ്ലൈഡിൽ 2 ക്വസ്റ്റ്യൻസ് കണ്ടു. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗിൽ നിന്നും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ആദ്യം നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് നോക്കാം. സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് നോക്കുമ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം പറഞ്ഞു തരാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് 50% or more income is generated from livestock and the rest from agriculture. അതായത് ഈ ഫാമിങ്ങിൽ 50% ഇൻകം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്കിൽ നിന്ന് തന്നെയാകണം. അങ്ങനെയാണെങ്കിൽ അത് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ആണ്. അതൊരിക്കലും മറക്കരുത്. ഇനി ഡൈവേഴ്സിഫൈഡ് ഫാമിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഫാമേഴ്സ് ഗെറ്റ് ഇൻകം ഫ്രം സെവറൽ സോഴ്സസ് ഇൻക്ലൂഡിംഗ് ഡയറി ഫാം ആൻഡ് ദ ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 50%. അതായത് ഫാമേഴ്സിന് പല പല സോഴ്സിൽ നിന്നുള്ള ഇൻകം ലഭിക്കുന്നുണ്ടാവും. എന്നാൽ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും 50%ൽ കൂടാൻ പാടില്ല. അങ്ങനെ 50%ൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്താവും? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ആവും. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ഫാമിംഗ് സിസ്റ്റം വിച്ച് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു അനിമൽ വെൽഫെയർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി ഫാമിലി കൗ, ഓപ്ഷൻ സി ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി ഓർഗാനിക് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സിസ്റ്റം ആനിമൽസ് ആർ അലൗഡ് ടു എക്സിബിറ്റ് ദെയർ നാച്ചുറൽ ബിഹേവിയേഴ്സ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ ബി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷുഡ് ബി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ വിത്ത് മിനിമൽ ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്സ്. ഓപ്ഷൻ എ മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ് ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സിസ്റ്റം ഫെസിലിറ്റി ഫോർ ഗ്രേസിംഗ് ഈസ് മസ്റ്റ്. ഓപ്ഷൻ എ ഹൈടെക് ഡയറിയിങ്, ഓപ്ഷൻ ബി ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ സി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഓർഗാനിക് ഫാമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ. യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ ബി മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ഓർഗാനിക് ഫാമിംഗ്. ആറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗിൽ നിന്നും വന്നിട്ടുള്ളതാണ്. സിസ്റ്റംസ് ഓഫ് ഫാമിംഗിന്റെ ക്ലാസ്സിൽ ഓർഗാനിക് ഫാമിംഗിനെ കുറിച്ച് വിശദമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് വ്യക്തമായിട്ടും മനസ്സിലാകും. എന്നിരുന്നാൽ തന്നെയും ഓർഗാനിക് ഫാമിംഗിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് അനിമൽ ഒറിജിൻ ഫുഡ്സ് വിത്ത് ബയോളജിക്കൽ ആൻഡ് നാച്ചുറൽ പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആനിമൽ വെൽഫെയർ ആണ്. ഇവിടെ ആനിമൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആനിമലിന് അവരുടെ നാച്ചുറൽ ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കണം. അതുപോലെ തന്നെ സ്ട്രെസ് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ വേണം ഇതിനെ വളർത്താനായിട്ട്. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം. എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം എന്നാൽ? സ്വയം പര്യാപ്തമായ ഒരു രീതിയായിരിക്കണം അവിടെ ഫോളോ ചെയ്യേണ്ടത്. അതായത് അവിടെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെയുള്ള സോഴ്സസ് തന്നെ ഉപയോഗിക്കണം. എക്സ്റ്റേണൽ ഇൻപുട്ടിനെ അധികം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതായത് ഫെസിലിറ്റി ഫോർ ഗ്രേസിംഗ് ഈസ് മസ്റ്റ്.
ഗ്രേസിങ്ങിനുള്ള ഫെസിലിറ്റി അതല്ലെങ്കിൽ മേയാനുള്ള ഫെസിലിറ്റി അവിടെ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർഗാനിക് ഫാമിങ്ങിൽ മറന്നു പോകരുത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെന്റ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് they depend and benefit each other. This statement is related to. മുകളിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഏത് ഫാമിംഗ് സിസ്റ്റമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോറൽ ഡയറിയിങ്, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ സി മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ റൈസ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ റെയറിംഗ് ഡാക്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിഷ് ഫാമിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, നമുക്കറിയാം ഓപ്ഷൻ എ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിയറിംഗ് ബേർഡ്സ് കേജസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഫിഷ് പോണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫാമിലി കൗ, ഓപ്ഷൻ ബി മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഓർഗാനിക് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. പറയൂ, ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ പറയാം. ഇൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഡിഫറെന്റ് അനിമൽസ് ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡിപ്പെൻഡ് ആൻഡ് ബെനിഫിറ്റ്സ് ഈച്ച് അതർ. ഈ സെന്റൻസ് ഒരിക്കലും മറന്നു പോകരുത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നാണ് ചോദ്യം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. റിയറിംഗ് ബേർഡ്സ് cages constructed over fish ponds is an example of diversified farming. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. As per the Indian farming conditions, mixed farming is the most relevant one. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Use of antibiotics are restricted in integrated farming. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ബി സെക്കൻഡ് ആൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി സെക്കൻഡ് ഓൺലി ആണ് ഇതിന്റെ ആൻസർ. എങ്ങനെയാണെന്ന് നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. റിയറിംഗ് ബേർഡ്സ് cages constructed over fish ponds is an example of diversified farming. ആണോ? അത് ശരിയല്ല, അത് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന് എക്സാമ്പിൾ ആണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ആസ് പെർ ദി ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻസ് മിക്സഡ് ഫാമിംഗ് ഇസ് ദ മോസ്റ്റ് റെലവന്റ് വൺ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലാണോ ആന്റിബയോട്ടിക്സ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്? അല്ല, അല്ലെ? ഓർഗാനിക് ഫാമിങ്ങിലാണ് ആന്റിബയോട്ടിക്സ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി സെക്കൻഡ് ഓൺലി ആണ് കറക്റ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. സ്പെഷ്യലൈസ്ഡ് ഫാമിങ്ങിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 50%. Option B 10 to 15% of income is generated from livestock products and the rest from agricultural crops. Option C 50% or more income is generated from livestock products and the rest from agricultural crops. Option D all the above. ഏതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ,
നമുക്കറിയാം ഓപ്ഷൻ സി ആണ്. അതായത് 50% or more income is generated from livestock products and the rest from agricultural crops. എന്നാൽ ഓപ്ഷൻ എ എന്താണെന്ന് നോക്കാം. ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 50%. ഏത് ഫാമിംഗ് സിസ്റ്റം ആണ്? ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ് സിസ്റ്റം ആണ്. 10 to 15% എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? അത് മിക്സഡ് ഫാമിംഗ് ആണ് എന്ന് ഓർക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. Suitable for Indian farming conditions: integrated farming, more concern to animal welfare, mixed farming, rearing birds, cages constructed over fish ponds, organic farming. താഴെ എ ബി സി ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കറക്റ്റ് മാച്ചിങ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. suitable for Indian farming conditions ഏതാണ് വരിക? മിക്സഡ് ഫാമിംഗ്. അത് ഒന്നെന്ന് പറയുന്നത് അപ്പോൾ ബി ആണ്. ഓക്കെ. രണ്ടാമത്തെ നോക്കാം. മോർ കൺസേൺ ടു അനിമൽ വെൽഫെയർ. അനിമൽ വെൽഫെയറിന് കൂടുതൽ കൺസേൺ കൊടുക്കുന്ന എവിടെയാണ്? ഓർഗാനിക് ഫാമിംഗ്. അപ്പൊ രണ്ടെന്ന് പറഞ്ഞാൽ സി ആണ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. റിയറിംഗ് ബേർഡ്സ്, കേജസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഫിഷ് പോൺസ്. ഇതേതാണ്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പൊ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ ഏതാണ്? ബി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഈൽഡ് വിൽ ബി ലോവർ ദാൻ കൊമേഴ്ഷ്യൽ സിസ്റ്റം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മോർ ഏരിയ ഈസ് റിക്വയർഡ് ഫോർ ദിസ് സിസ്റ്റം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആന്റിബയോട്ടിക് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഷുഡ് ബി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി 1, 2 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി all the above. ഏതാണ് ഇവിടുത്തെ ആൻസർ? നമുക്ക് നോക്കാം. ദ ഈൽഡ് വിൽ ബി ലോവർ ദാൻ ദി കൊമേഴ്ഷ്യൽ സിസ്റ്റം. അത് ശരിയാണ് ഓർഗാനിക് ഫാമിങ്ങിനെ സംബന്ധിച്ച്. മോർ ഏരിയ ഈസ് റിക്വയർഡ് ഫോർ ദിസ് സിസ്റ്റം. അതായത് ഒരുപാട് ഏരിയ ഇതിന് ആവശ്യമാണ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്റിബയോട്ടിക് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ്. അതും ശരിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം. ഇതൊരു സ്വയം പര്യാപ്തമായ സിസ്റ്റം ആയിരിക്കണം. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെയാണ് വരിക? ഓപ്ഷൻ ഡി ഓൾ ദി എബോ ആണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ഇൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഡിഫറെന്റ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് they depend and benefits each other. Option B, specialized farming is practiced in towns and cities only. Option C, a rice field after harvesting is used for rearing ducks first and then it is used for fish farming is an example of organic farming. Option D, for the Indian farming conditions, mixed farming is not relevant one. ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? പറയാമോ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബി, സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ഓൺലി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗിൽ പറയുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെയാ കേട്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറൽ ഡയറിയിങ്ങിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ ഡയറിയിങ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ റൈസ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ റിയറിംഗ് ഡക്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിഷ് ഫാമിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗിലാണോ ഇത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? അല്ല, ഇന്റഗ്രേറ്റഡ് ഫാമിംഗിലാണ് ഇത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡി എന്താ പറയുന്നത്? ഫോർ ദി ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻസ് മിക്സഡ് ഫാമിംഗ് ഈസ് നോട്ട് റിലവന്റ് വൺ. നോട്ട് റിലവന്റ് വൺ എന്നാണോ പറയുന്നത്? അല്ല, റെലവന്റ് വൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ഡാഷ് പെർസെൻറ്റേജ് ഓർ ഡാഷ് ഇൻകം ഈസ് ജനറേറ്റഡ് ഫ്രം ലൈവ് സ്റ്റോക്ക് ആൻഡ് ദി റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ
10 to 15% or more. Option B, 10 to 15% or less. Option C, 50% or more. Option D, 50% or less. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി 50% or more ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഓർക്കണം 50% or more income is generated from livestock. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. The type of farming in which agriculture and livestock are complementary to each other. Option A, integrated farming. Option B, mixed farming. Option C, diversified farming. Option D, specialized farming. എന്താണ് ഇതിന്റെ ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ബി മിക്സഡ് ഫാമിംഗ് ആണ് ഇതിന്റെ ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ് farmers get income from several sources including dairy farm and the income from a single source does not exceed dash percentage. Option A, more than 15%. Option B, more than 50%. Option C, less than 50%. Option D, both B and C. എന്താണ് ഇവിടുത്തെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ ബി മോർ ദാൻ 50% ആണ് ഇവിടുത്തെ ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഇൻ എ മിക്സഡ് ഫാമിംഗ് സിസ്റ്റം 10 to 15% ഓഫ് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് ആൻഡ് ദി റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഓപ്ഷൻ ബി, ആസ് പെർ ദി ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻസ് small scale mixed farming is not relevant one. Option C, both A and B. Option D, none. Okay, ഏതാണ് ഇവിടുത്തെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി എന്തുകൊണ്ടാണ് വരാത്തത്? ഇവിടെ നോട്ട് റെലവന്റ് വൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻ അനുസരിച്ച് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത് റെലവന്റ് വൺ ആയിട്ടുള്ള ഒരു ഫാമിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഡിഫറെന്റ് അനിമൽസ് ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡിപ്പെൻഡ് ആൻഡ് ബെനിഫിറ്റ്സ് ഈച്ച് അതർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ആനിമൽ വെൽഫെയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സോ ആനിമൽ വിൽ ബി അലൗഡ് ടു എക്സിബിറ്റ് ദെയർ നാച്ചുറൽ ബിഹേവിയേഴ്സ് ആൻഡ് റെയർഡ് വിത്ത് ലെസ് സ്ട്രെസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ മിക്സഡ് ഫാമിംഗ് ദ ഫീഡ് യൂസ്ഡ് മസ്റ്റ് ബി പെസ്റ്റിസൈഡ്സ് ഫ്രീ ആൻഡ് ആനിമൽ പ്രോഡക്ട്സ് ഫ്രീ ഓഫ് അൺവാണ്ടഡ് കെമിക്കൽ റിസൈഡ്യൂസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 1 and 2 only. Option B 1 and 3 only. Option C 1 only. Option D all the above. ഏതാണ് ഇവിടുത്തെ ആൻസർ കറക്റ്റ്? ഓക്കെ, ഓപ്ഷൻ സി 1 only. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. ബാക്കി വരുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഓർഗാനിക് ഫാമിങ്ങിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അത് രണ്ടും കറക്റ്റ് അല്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദി ഓഡ് വൺ. ഓപ്ഷൻ എ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഓപ്ഷൻ ബി ഓർഗാനിക് ഫാമിംഗ്. ഓപ്ഷൻ സി മിക്സഡ് ഫാമിംഗ്. ഓപ്ഷൻ ഡി ഫാമിലി കൗ. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ഫാമിലി കൗ ആണ്. എന്തുകൊണ്ടാണ് അത് ഓഡ് വൺ ആയത്? ആദ്യത്തെ മൂന്നും സിസ്റ്റംസ് ഓഫ് ഫാമിങ്ങിലെ 3 രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഓപ്ഷൻ ഡി ഫാമിലി കൗ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡയറി ഫാമിങ്ങിൽ ഉള്ള ഒരു രീതിയാണ്. ഓക്കെ, അടുത്ത് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മിക്സഡ് ഫാമിംഗ് സിസ്റ്റം ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് ആൻഡ് ദി റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 10 to 5. ഓപ്ഷൻ ബി 10 to 15. ഓപ്ഷൻ സി 5 to 10. ഓപ്ഷൻ ഡി 15 to 10. ഏതാണ് ഇവിടുത്തെ ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി 10 to 15%. ഇതൊരിക്കലും മറന്നു പോകരുത്. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ടു ഓൾ. ഗ്രീൻ PSCയുടെ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.